മാജിക് പോലെ നടന്ന ഒരു കുഞ്ഞു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഈ ഓട്ടം ഫോൾ സീസണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. എനിക്ക് നേച്ചർ തന്നെ ഈ ഒരു നമ്മളുടെ ഭൂമിക്ക് ഒരു സ്പെഷ്യൽ കളർ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത് അത്ര വിസിബിൾ അല്ലെങ്കിലും പുറത്തെ കൺട്രീസിലൊക്കെ ഈ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേനും ഈ ട്രീസ് എല്ലാം മുഴുവൻ ഒരു യെല്ലോ, ഓറഞ്ചിഷ്, ഗ്രീൻ ഷെയ്ഡിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഞാൻ എൻ്റെ കലണ്ടേഴ്സ് വരയ്ക്കുമ്പോഴും ഈ ഒക്ടോബർ മാസത്തിന് കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്ത്. അങ്ങനെ ഞാൻ എൻ്റെ കലണ്ടറിൻ്റെ ഒരു സ്റ്റേറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇപ്പോൾ ഇവിടുത്തെ ട്രീസൊക്കെ നീ വരച്ച ഇമേജ് പോലെയാണ് ഇരിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഓക്കെ, നീ പോകുമ്പോൾ എവിടെയെങ്കിലും മേപ്പിൾ ലീവ്സ് കാണുവാണെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മേപ്പിൾ ലീവ്സ് യൂഷ്വലി കാനഡയിലാണ് ഉണ്ടാവുക, അപ്പോൾ ജർമ്മനിയിലുണ്ടോ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എടാ ഞാനിവിടെ കണ്ടിട്ടൊന്നുമില്ല, എങ്ങാനും കാണുവാണെങ്കിൽ ഞാൻ നിനക്ക് കൊണ്ടുതരാം, ചിലപ്പോൾ അത് വല്ല സ്പെഷ്യൽ ഏരിയാസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, നീ നടന്നു പോകുമ്പോൾ വഴിയിൽ വല്ലതും കാണുവാണെങ്കിൽ എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ കോൺവെർസേഷൻ നടക്കുന്നത് രാവിലെ ആയിരുന്നേ. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോഷനയുടെ ഒരു വോയിസ് മെസ്സേജ്. കാരണം ഇവിടെ നടന്ന് പോയ സമയത്ത് നേരെ ഫ്രണ്ടിൽ തന്നെ അവൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഫുൾ മേപ്പിൾ ലീവ്സ് ആയിരുന്നു, മേപ്പിൾ ട്രീസ് ആയിരുന്നു. അവൾ പറഞ്ഞു, ഇനി ഞാൻ ഇത്രയും ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇത് കണ്ടില്ലല്ലോ എന്നോട് പറഞ്ഞു. സോ ഇത് നടന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യാതെ പോവും, അല്ലെങ്കിൽ കാണാതെ പോവും, വേറെ എന്തൊക്കെയോ ക്രൗഡിൽ പെട്ട് നമ്മൾ ചിലപ്പോൾ അതൊക്കെ മിസ്സായി പോകും അല്ലേ. ഐ തിങ്ക് നമുക്കത് റിയലായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചരും സംഭവങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടേക്ക് എത്താനുള്ള വഴികൾ കാണിച്ചു തരും. ബൈബിളിൽ പറയുന്ന പോലെ, സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്.